ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് എന്ത് ഉണ്ടാക്കണം? റംദാനല്ലേ, ആദ്യത്തെ നോമ്പായതുകൊണ്ട് ഉമ്മ ഇന്ന് പോയിട്ടുമില്ല. എന്തുണ്ടാക്കണമെന്ന് വിചാരിച്ചപ്പോൾ മനസ്സിൽ തോന്നിയൊരു ഫുഡാണ് അട്ടിപ്പത്തിരി. നമ്മൾ കണ്ണൂരല്ല, സോറി, അത് തെറ്റിപ്പോയി. നമ്മൾ കാസർഗോഡ്കാരുടെ സ്പെഷ്യലായിട്ടുള്ള അട്ടിപ്പത്തിരി. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ നമുക്ക് നോക്കിയാൽ എന്താ. അപ്പം നമ്മൾ കുക്ക് വെയർ, നമ്മുടെ പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അത് എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടായി വരുമ്പോൾ നമ്മൾ കറിവേപ്പില ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമ്മുടെ സവോള അതായത് ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫുഡ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും അറിയുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ക്യാരറ്റ് നമ്മൾ അരിഞ്ഞ് വെച്ച് നമ്മുടെ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ ചേർക്കേണ്ട. അങ്ങനെ പിന്നെ ആ ഒരു ക്യാരറ്റും ഒന്ന് നന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇരിക്കുമ്പോൾ നമ്മൾ ഇതിലോട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 1 സ്പൂണുള്ള നമ്മൾ പിന്നെ നമ്മുടെ പച്ചമുളകും പിന്നെ വെളുത്തുള്ളിന്ന് തോന്നുന്നുണ്ട്, അതും കൂടി ഇട്ടിട്ടുള്ളത്. അത് നേരെ എനിക്കറിയില്ല. പച്ചമുളകും എന്തായാലും പച്ചമുളക് അതിൽ അരച്ചിട്ടുണ്ട്, അത് ഉറപ്പന്നെ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കറക്റ്റാണ്, പിന്നെ പച്ചമുളക് എനിക്ക് നേരെ ഓർമ്മയില്ല. അപ്പോൾ ഓക്കെ, അതും ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോകുന്നോളൂ ഇതാക്കണോ. നമുക്കില്ലേ ഈ ഒരു അട്ടിപ്പത്തിരിയിൽ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കോ. അതുമാത്രമല്ല, എൻ്റെ ഉമ്മാരെ അട്ടിപ്പത്തിരി തിന്നവർക്കെല്ലാം അറിയും എത്ര ടേസ്റ്റ് ഉണ്ട് ചെലറ്റും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത്ര ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും പിന്നെ ഇപ്പിടി മസാല, പിന്നെ എന്ത് മസാല നമുക്കറിയില്ല, ഏതോ ഒരു മസാല ഇട്ട് അങ്ങനെ പിന്നെ നന്നായിട്ടാണ് അത് ഒന്നില്ല നമ്മൾ മിടുക്കിലൊന്ന് അങ്ങോട്ടും ആക്കണം. എന്നിട്ട് അതിൻ്റെ ഇതെല്ലാം പോകുമ്പോൾ നമ്മളെ ചിക്കനും കൂടി നമ്മൾ വേവിച്ച് വെച്ച ചിക്കനും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഉണ്ടല്ലേ എന്തെന്നറിയോ, നമ്മൾ കൊത്തുമീർ ചപ്പൂന്നും ചെന്ന് മല്ലിച്ചപ്പൂന്നും ചെന്ന് പിന്നെ കൊറിയൻഡർ ലീവ്സ് എന്ന് ചെന്ന് നമ്മൾ ചെന്ന് മല്ലിച്ചപ്പൂന്ന്, കുറേ ആൾ കൊത്തുമീർ ചപ്പൂന്നും ചെന്ന് ഇപ്പം നമ്മളെ ഭാഷ യൂസ് ആക്കാം. മല്ലിച്ചപ്പൂ. ആ മല്ലിച്ചപ്പൂ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കാണുമ്പോൾ കൊതിയാന്നില്ലേ, ഈ നോമ്പ് പിടിച്ചിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കൊതിയാന്നില്ലേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കൊതിയായിട്ട് നിൽക്കണ്ട, നിങ്ങളും പോയിട്ട് ആക്കിക്കോ. ഇങ്ങനെ ആക്കിയിട്ട് നോക്കി, എന്നിട്ട് നിങ്ങൾ കമൻറ്റും കൂടി ഫീഡ്ബാക്കിൽ അറിയിക്കുക. എന്നിട്ട് ഇതൊന്ന് വീണ്ടും നമ്മൾ നമുക്ക് വീണ്ടും നമ്മൾ കൊത്തമീർ ചപ്പിട്ടിട്ട് അങ്ങനെ നമ്മൾ മസാലേൻ്റെ ഇത് മൂടിയതിന് ശേഷം നമ്മൾ ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കണോ. ആ മാവിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ മൈദയും പിന്നെ ഒരിപ്പിടി ഉപ്പും കുറച്ച് സാദാ വെള്ളം, നമ്മൾ നോർമൽ വാട്ടറും ഇട്ടിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴമ്പുന്ന പോലെ ഒന്ന് കുഴമ്പി കൊടുക്കുക. നല്ലൊരു ഡോ പോലെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊരു മീഡിയം ബോളാക്കിയിട്ട് അതിനെ ഒന്ന് പരത്തി കൊടുത്തിട്ട് അതിനെ നമ്മൾ തവയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂടായി വരട്ട്, അത് ജസ്റ്റ് നമുക്ക് ചൂടായിട്ട് കിട്ടിയാൽ മതി. അപ്പം നമ്മൾക്ക് അതിനെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. എൻ്റെ ബൈക്ക് അനമായിട്ട് പിന്നെ എടുക്കും. അപ്പോൾ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് മുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മിക്സ് വേണം. അതിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് 2 യോക്ക് വേണ്ട, നമ്മൾ 2 എഗ് യോക്ക് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. 1 എഗ് യോക്കും പിന്നെ നമുക്ക് 3 മുട്ടയുടെ വൈറ്റും മാത്രം മതി. അങ്ങനെ നമ്മൾ അതിനും കൂടി ഒന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2ാമത്തെ മുട്ട എടുക്കുമ്പോഴേക്ക് ചെറുങ്ങനെ അതിൻ്റെ മഞ്ഞ ഒന്ന് പോയി, അച്ചാരില്ല നമ്മന്നല്ലേ. അങ്ങനെ നമ്മൾ ഇതിലേക്ക് വേണ്ട കുറച്ച് ഉപ്പ്, നമുക്ക് ഇതിലേക്ക് 1 നുള്ളി 2 നുള്ളി ഉപ്പോളം നമ്മൾ ചേർത്തതിന് ശേഷം നമ്മൾ കുരുമുളക് പൊടിയും നന്നായി 1/4 സ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ നന്നായി ഒരു പിടി നമ്മൾ കൊത്തുമീർ ചപ്പ്, മല്ലിച്ചപ്പ് അല്ലെങ്കിൽ കൊറിയൻഡർ ലീഫ്
ഇത് നമ്മൾ ഇട്ടിട്ട് നമ്മൾ ഒരു സ്പാച്ചിലർ വെച്ചിട്ടില്ലേ ഒന്ന് ഇളക്കി കൊടുക്കണം മോനെ. പിന്നെ അപ്പുറത്തുള്ള ചെക്കൻ പോലും നമ്മൾ പാഞ്ഞിട്ട് പോകണം. അങ്ങനത്തെ മിക്സ് ആയിട്ടിരിക്കണം നമ്മൾ ആക്കുന്നത്. കാരണം അത്ര നല്ല മിക്സ് ആയെങ്കിൽ അത് നമുക്ക് ഒരിതുണ്ടാവില്ല. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു എഗ്ഗിൻ്റെ ഇതും ഇല്ലാകുമ്പോൾ ഒരു പാങ്ങുണ്ടാവില്ല തിന്നുമ്പോൾ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു കുരുമുളകിൻ്റെ ആ ഒരു തരി അങ്ങനെ ഒന്നും ഇരിക്കാൻ പാടില്ല. എല്ലായിടത്തും നല്ലപോലെ മിക്സ് ആയിട്ടിരിക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പിന്നെ ഒരു പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾക്ക് നമ്മൾ ഇതിലേക്ക് എണ്ണയല്ല ഒഴിക്കേണ്ടത്. നെയ്യ് തന്നെ ഒഴിക്കണോ. എണ്ണ ഒഴിച്ചെങ്കിൽ എത്ര ടേസ്റ്റ് ഇരിക്കാമല്ല. നെയ്യ് തന്നെ മസ്റ്റായിട്ട് നിങ്ങൾ നെയ്യ് തന്നെ യൂസ് ചെയ്യുക. അങ്ങനെ നെയ്യും ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അത് ചൂടായി വരുമ്പോൾക്ക് നമ്മൾ ആ ഒരു പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നെയ്യ് എല്ലായിടത്തേക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു ചപ്പാത്തി പോലത്തെ മൈദ മിക്സിൽ ആ ഒരു സംഭവം നമ്മൾ ഈ ഒരു മുട്ടയ്ക്കകത്ത് ഒന്ന് മുക്കിയിട്ട് നന്നായിട്ട് മുക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മൾ ചിക്കൻ മസാല ആ ഒരു സംഭവം നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അങ്ങനെ ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് അങ്ങനെ ഇത്ര 3-4 ലെയറിൽ നമുക്ക് ആക്കാം. അങ്ങനെ സെക്കൻഡ് ലെയറും നമ്മൾ അങ്ങനെ വെച്ചിട്ട് കൊടുക്കുന്നു. അതായത് സെക്കൻഡ് ചപ്പാത്തി കണ്ടോ അങ്ങനെ മുട്ടയിലേക്ക് മുക്കിയിട്ട് തന്നെ വേണം നമ്മൾ കൊടുക്കുമ്പോൾക്ക്. അങ്ങനെ നമ്മൾ 3ാമത്തെ ലെയറും വെച്ച് എന്നിട്ട് അതിലേക്ക് മസാല ഇട്ട് പോയിക്കുക. 4ാമത്തെയും നമ്മൾ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് മുട്ട ഇതാക്കിയിട്ട് നമ്മൾ മല്ലിയില കൂടി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു അടപ്പൊന്ന് മൂടിക്കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റോളം ചെറുതീയിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് 5 മിനിറ്റിന് ശേഷം നമ്മളതൊന്ന് മറിച്ചിടാണ്. അങ്ങോട്ട് ഒന്ന് എടുത്തിട്ട് മറിച്ചിടാണ് കേട്ടോ. അങ്ങനെതാ വീണ്ടും അടപ്പൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ചെറുതായിട്ട് തന്നെ വെക്കണം. അങ്ങനെ പിന്നെ 5 മിനിറ്റിന് ശേഷം നമ്മൾ അട്ടിപ്പത്തിൽ റെഡിയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ കൊതിയാണെന്നില്ലേ. അപ്പം നമുക്ക് ഇതിനൊന്ന് സെർവ് ചെയ്യാം. നമ്മൾ മുറിക്കുന്ന ഭയങ്കര ചൂടുണ്ടാവും. കാരണം ആ ചൂടോടെ മുറിക്കുന്ന അപ്പോൾ കൈയെല്ലാം പൊള്ളുന്നു. എൻ്റെ ഉമ്മ മുറിക്കുന്നത്. അപ്പോൾ ഉമ്മാക്ക് നല്ല പൊള്ളുന്നത്. ഞാൻ കറിയുടെ വീഡിയോ എടുക്കുന്നതും തിന്നുന്നതും മാത്രം. പണി മൊത്തം ഉമ്മാക്ക്. അങ്ങനെ ഉമ്മ മുറിക്കുന്നു. അങ്ങനെ ഉമ്മാക്ക് മുറിച്ചിട്ടായി ഗൈസ്. ഒന്ന് കാണിച്ചേ. കണ്ട ഫുള്ള് ചിക്കൻ ലെയറെല്ലാം ആയിട്ട് അടിപൊളി. ഇതിന് ശേഷം നമ്മൾ ഒരു പൈനാപ്പിളിൻ്റെ ഡ്രിങ്ക് ഉണ്ടാക്കാൻ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചതും അതിലോട്ട് നമ്മൾ ആവശ്യമുള്ളത്ര പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സാദാ വെള്ളം നമ്മുടെ നോർമൽ വാട്ടറും നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഈ ഒരു പൈനാപ്പിളും ഈ ഒരു ഷുഗറും മുങ്ങുന്നത്രയും ഒന്ന് മുങ്ങി വരുന്നത്രയും ആക്കിയിട്ട് നമ്മൊന്ന് അരച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ ഒന്ന് അരച്ചതിന് ശേഷം അരിപ്പ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ജാറിലോട്ടും അരിപ്പയോടെ അരച്ചതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. മോനെ സെയിം നമ്മൾ ഈ നോമ്പിൽ തുറന്നിട്ടിരിക്കുമ്പോൾ തന്നെ കുടിക്കാൻ കാല. കാരണം പൈനാപ്പിൾ ചൂടല്ലേ സംഭവം. അപ്പോൾ നമ്മൾ അങ്ങനെ കുടിക്കാൻ പാടില്ല. അപ്പോൾ ചൂടാവും. അപ്പോൾ നമുക്കതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആ നല്ല തണുത്തിട്ട് കുടിക്കുമ്പോഴൊക്കെ ഉള്ളൊരു ഇത് പറഞ്ഞു. എന്നിട്ടാകുമ്പോൾ കുമ്മച്ചെല്ലിയും മോളെ ഇല്ലൊക്കെ നീ ചെറുപ്പുളി പീനിറ്റ അതിനൊഴിക്കുക. അങ്ങനെ പിന്നെ അതിനെ ഒന്ന് അതിലോട്ട് ഒഴിച്ചതിന് ശേഷം നമ്മളെ ചെറുനാരങ്ങ നീര്. അപ്പോൾ ഈ ചെറുനാരങ്ങ നീരിൽ നല്ലോണം ഉണ്ട്. അപ്പോൾ ഇത് നമ്മളെ നെയ്ബർ സെക്കീനമ്മായി തന്നത്. കാരണം ആളുടെ ഹസ്ബൻഡ് വേറെ നാട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത നാട്ടിൻ്റെ പേര് നേരറിയാല. അപ്പോൾ ആടുന്ന കേട്ടോ നല്ല അങ്ങനത്തെ നീര് വേണം നമുക്ക് കിട്ടാൻ. അതിന് ശേഷം നമ്മൾ സബ്ജ സീഡ് അതായത് കസ്കസ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിന് ആ ഒരു ഇതും ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതൊക്കെ ഉണ്ട നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നില്ല. നല്ല നീരുള്ള ചെറുനാരങ്ങ നമ്മൾ ചെറുപ്പുളി അങ്ങനെ അതിനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കയ്പ വരല്ലേ നമ്മൾ ജ്യൂസിലേക്ക് ഇട്ടങ്ങാണ് കയ്പ വരുന്നത് അരിച്ചങ്ങി. ഇതിപ്പോൾ നമ്മൾ അതിലോട്ട് നീര് എടുക്കുന്നതല്ലേ. അപ്പം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മതിപ്പോൾ ഇളക്കിയത്
നമ്മൾ ഇനിയൊരു നമ്മൾ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുക. കണ്ടീനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് തണുപ്പിക്കണ്ടേ. ആയപ്പോൾ ബാ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ജാറിലോട്ട് ഒഴിച്ച് സമാധാനം. എന്നിട്ട് നമ്മൾ മൂടി വെച്ച് എൻ്റെ ഒരു സ്പെഷ്യൽ ഒരു പുഡിങ്ങും അല്ല സൂഫ്ലയും അല്ലാത്തൊരു സംഭവം ആക്കിയിട്ടുണ്ട്. നല്ല പാങ്ങുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ ചെല്ലാം കമൻറ്റ് ബിലോ. അപ്പോൾ ഉണ്ടാവും. അത് നോമ്പ് വെക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു എണ്ണ അപ്പം ഒന്നും നമ്മൾ തിന്നാല്. നമ്മൾ ബയ്യാണ് തിന്നല്. നോമ്പ് വെക്കുമ്പോൾ ചായ നമ്മ കുടിക്കലില്ല ചായ. എല്ലാവരും എടുത്തോ എടുത്തോ. കാണുമ്പോ എനിക്ക് കൊതിയാണില്ലേ. ഇതിൻ്റെതൊക്കെ ഇതും അത് മാത്രമല്ല ഗൈസ് വരാനിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാത്രമല്ല സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.